അടുത്തതായിട്ട് ഈ കഴിഞ്ഞ 2 വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സെക്രട്ടറി ശ്രീ അരുൺകുമാറിനെ ക്ഷണിച്ചു. 2022 ജൂൺ 12 നടന്ന പൊതുയോഗ മിനിറ്റ്സ് ആണ് ഞാൻ വായിക്കുന്നത്. 2022 ജൂൺ 12 കപ്പുച്ചിൻ ആശ്രമത്തിൽ AB സത്യൻ നഗറിൽ വെച്ച് നടത്തിയ പുനരുദ്ധി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗത്തിൽ 105 പേർ പങ്കെടുത്തിരുന്നു. ഈശ്വര പ്രാർത്ഥനയോടെ യോഗം ആരംഭിച്ചു. തുടർന്ന് മരണപ്പെട്ട നമ്മുടെ അംഗങ്ങളായ സുധീർ, കൃഷ്ണകുമാർ, MB സത്യവാൻ, ഷാജി TT, വിജയൻ KK, സാബു KG, കൂടാതെ ആശ്രിതർക്കും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ P. നസറുദ്ദീൻ, കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, വ്യാപാരികൾ മുതലായവരുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതിനായി 1 മിനിറ്റ് മൗനം ആചരിച്ചു. തുടർന്ന് യൂണിറ്റ് സെക്രട്ടറി ശ്രീ റിജുമോൻ സ്വാഗതം ആശംസിച്ചു. കേരളത്തിലെ വ്യാപാരി സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ചരിത്രത്തിൽ ഇടം നേടിയ വ്യക്തികളാൽ ഈ സദസ്സും നമ്മുടെ യൂണിറ്റും അനുഗ്രഹപ്പെട്ടിരിക്കുന്നതായി സ്വാഗത പ്രസംഗികൻ പറഞ്ഞു. തുടർന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ CB ഷാജി സംസ്ഥാന പ്രസിഡന്റ് P. നസറുദ്ദീനെ അനുസ്മരിക്കുകയുണ്ടായി. എന്നിരുന്നാലും സംസ്ഥാന പ്രസിഡന്റിന്റെ നിര്യാണത്തെ തുടർന്നുള്ള ഹർത്താലിൽ ചില വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചതിൽ അധ്യക്ഷൻ അസന്തുഷ്ടി പ്രകടിപ്പിച്ചു. യൂണിറ്റ് പ്രവർത്തനം കൂടുതൽ ശക്തി പ്രാപിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വിലയിരുത്തി. ഇന്ന് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിക്ക് നല്ലപോലെ പിന്തുണ നൽകണമെന്ന് അദ്ദേഹം പൊതുയോഗത്തോട് അഭ്യർത്ഥിച്ചു. എല്ലാ അംഗങ്ങളും വയസ്സുകാലത്ത് പെൻഷൻ ലഭിക്കുന്നതിനായി സംസ്ഥാന ക്ഷേമനിധിയിൽ ചേരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടർന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് AJ റിയാസ് പൊതുയോഗം നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. എല്ലാ മേഖലയും എന്നും പുറകിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് വ്യാപാരികൾ. ആ രീതി മാറ്റി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എല്ലാവരും വരണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കോവിഡ് ദുരിതകാലത്ത് സംഘടനയിൽ നടത്തിയ പ്രവർത്തനങ്ങളെ തുടർന്ന് അംഗങ്ങൾക്ക് കടകൾ തുറന്നു പ്രവർത്തിക്കാൻ സാധിച്ച് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തുടർന്ന് പ്രസംഗിച്ച ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ നാസർ ഉദ്യോഗസ്ഥ തലത്തിൽ വ്യാപാരികൾ നേരിടുന്ന പീഡനത്തെക്കുറിച്ച് സംസാരിച്ചു. തുടർന്ന് മേഖലാ പ്രസിഡന്റ് ശ്രീ MC പോൾസൺ ആശംസകൾ അർപ്പിച്ചു. മേഖലാ കമ്മിറ്റിയെ പുനരുദ്ധി യൂണിറ്റ് നല്ലപോലെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. പുനരുദ്ധി യൂണിറ്റിന്റെ നല്ല സഹകരണം മേഖലാ കമ്മിറ്റിക്കുണ്ട്. യൂത്ത് വിംഗ്, വനിതാ വിംഗ് എന്നിവ യൂണിറ്റ് തലത്തിൽ രൂപീകരിക്കണം എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തുടർന്ന് 2018-2022 കാലയളവിലെ പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി റിജുമോൻ അവതരിപ്പിച്ചു. റിപ്പോർട്ട് അംഗങ്ങൾ കൈയടിച്ച് പാസാക്കി. തുടർന്ന് ട്രഷറർ MB ജോയി 2018-2022 കാലയളവിലെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുകയും യൂണിറ്റിന്റെ സാമ്പത്തിക നീക്കിയിരിപ്പായി ബാങ്കിൽ 92,423 രൂപയും കൈവശം 3,07,015 രൂപയും ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു. അംഗം രാജേഷ് KP പരസ്പര സഹായനിധിയിലെ ലാഭം എത്രയെന്ന് ചോദിക്കുകയുണ്ടായി. യൂണിറ്റ് ഇതുവരെ 4 പരസ്പര സഹായനിധികളാണ് നടത്തിയിട്ടുള്ളത് എന്നും അതിലാകെ ലാഭം 10 ലക്ഷം ആണെന്നും ട്രഷറർ യോഗത്തെ അറിയിച്ചു. തുടർന്ന് പൊതുയോഗം കണക്ക് കയ്യടിയോടെ പാസാക്കി. തുടർന്ന് കുഞ്ഞുമോന്റെ വിഷയം ചർച്ചയ്ക്കെടുത്തു. അംഗം കുഞ്ഞുമോൻ ജാമ്യമായി നിന്ന് സുധീർ MP എന്ന അംഗം പരസ്പര സഹായനിധിയിൽ നിന്നും തുക കൈപ്പറ്റിയിരുന്നു. സുധീർ MP എന്ന വ്യക്തി മരണപ്പെടുകയും തുടർന്ന് പരസ്പര സഹായ ക്ഷേമനിധി മുടക്കം വരികയും കുഞ്ഞുമോൻ ജാമ്യം നിന്നിരുന്നതിനാൽ അദ്ദേഹം ഇറക്കിയ തുക പരസ്പര സഹായനിധി നിയമപ്രകാരം തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരികയും ചെയ്തു. ഭരണസമിതി പ്രസ്തുത വിഷയം പൊതുയോഗത്തിന് സെക്രട്ടറി ഒരു മിനിറ്റ്. പൊതുയോഗ മിനിറ്റ്സ് വായിച്ചു കഴിഞ്ഞിരുന്നു. പൊതുയോഗ മിനിറ്റ്സ് അത് കഴിഞ്ഞിട്ടാണ് റിപ്പോർട്ടിലേക്ക് കടന്നിട്ടുള്ളത്. ഈ പൊതുയോഗ മിനിറ്റ്സ് കഴിഞ്ഞവിടത്തെയാണ് നടന്നിട്ടുള്ള കാര്യങ്ങൾ വായിച്ചത്. അത് പാസ്സാക്കാമോ? എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ബുക്ക് നിങ്ങളുടെ ഉണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ ചോദിക്കാം. പൊതുയോഗ മിനിറ്റ്സ് ആണ് വായിച്ചു കഴിഞ്ഞത്. അത് പാസ്സാക്കാമെങ്കിൽ കൈയടിച്ച് പാസ്സാക്കാം. പിന്നെ അടുത്തതിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ മിനിറ്റ്സ് പാസ്സാക്കിയതായിട്ട് പ്രഖ്യാപിക്കുന്നു. തുടർന്ന് റിപ്പോർട്ടാണ് വായിക്കുന്നത്. ശ്രീ കുഞ്ഞുമോൻ സെറ്റിൽമെന്റ്, പരസ്പര സഹായനിധി, പ്ലാസ്റ്റിക് നിരോധനം. വായിക്കാം. ശ്രീ കുഞ്ഞുമോൻ സെറ്റിൽമെന്റ് എന്താണെന്ന് വായിക്കാം. നമ്മുടെ മെമ്പറായിരുന്ന സുധീർ MP മരണപ്പെടുകയും അദ്ദേഹം അടയ്ക്കാനുള്ള കുടിശ്ശിക 1,41,000 രൂപ അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ജാമ്യം നിന്ന വ്യക്തിയായ കുഞ്ഞുമോൻ 1,82,300 രൂപ സംഘടന പിടിച്ചു വയ്ക്കുകയും പൊതുയോഗ തീരുമാനപ്രകാരം ആ തുക 1,82,300 കുഞ്ഞുമോന് കൊടുക്കുകയും ചെയ്തു. പുതിയ ഭരണസമിതി ആദ്യം ചെയ്തത് കുഞ്ഞുമോനെ പിടിച്ചുവെച്ച തുക കൊടുക്കുകയായിരുന്നു. അംഗങ്ങളിൽ നിന്നും പിരിക്കാനുള്ള 500 രൂപ ഉടനെ പിരിച്ചെടുക്കാനെന്നും അന്ന് തീരുമാനിച്ചിരുന്നു. അതുപോലെ പരസ്പര സഹായനിധിയിൽ PSN പുതിയത് തുടങ്ങി. ആദ്യത്തേത് 1,00,000, രണ്ടാമത്തേത് 50,000, മൂന്നാമത്തേത് 1,00,000 അതിൽ 1,00,000 PSN ദിവസം 200 രൂപ വീതം കളക്ട് ചെയ്തുകൊണ്ടും 50,000 PSN ദിവസം 100 രൂപ കളക്ട് ചെയ്തുകൊണ്ടും തീരുമാനിച്ചു. ഓരോ 10 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പും വിളിയും മാറി മാറി നടത്താനും തീരുമാനിച്ചു. കളക്ഷൻ സുഗമമായി നടത്തുന്നതിനായി കളക്ഷൻ മെഷീൻ വാങ്ങിച്ചു. കളക്ഷൻ സുഗമമായി നടത്തുന്നതിനായി മാസശമ്പളത്തിന് ശ്രീമതി ഷൈലയെ നിയമിച്ചു. കളക്ഷൻ നല്ല രീതിയിൽ തന്നെ നടത്തുന്ന ശ്രീമതി ഷൈലയ്ക്ക് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. PSN പൂർത്തിയാകുമ്പോൾ വരവ് ചെലവുകൾ അവതരിപ്പിക്കുന്നതാണ്.
അതുപോലെ പ്ലാസ്റ്റിക് നിരോധനത്തിന് വേണ്ടിയുള്ള ജില്ലാ കമ്മിറ്റി ജാഥയിൽ നമ്മുടെ യൂണിറ്റിൽ നിന്ന് 9 പേർ പങ്കെടുത്തു. 2022 ജൂൺ 27 ബുധനാഴ്ച രാവിലെ പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ മറവിൽ വ്യാപാരികളെ പീഡിപ്പിക്കുന്നതിനും വൈദ്യുതി ചാർജിന്റെ വർധനവ്, നിത്യോപയോഗ സാധനങ്ങളുടെ GST എന്നിവയ്ക്കെതിരെയുള്ള ജാഥയായിരുന്നു കാക്കനാട് കളക്ടറേറ്റിൽ ജില്ലാ കമ്മിറ്റി നടത്തിയത്. പിന്നെ ഒരു വ്യാപാരി ദിനം 9 ഓഗസ്റ്റ് 2022 നമ്മൾ ഓഫീസിൽ വെച്ച് വ്യാപാര ദിനം ഓഫീസിൽ ആചരിക്കുകയും അന്നേ ദിവസം പ്രസിഡന്റ് പതാക ഉയർത്തുകയും സൈനികരായവർക്ക് മധുരം നൽകുകയും ചെയ്തു. 2022 ഓഗസ്റ്റ് 14 SSLC +2 വിദ്യാർത്ഥികൾക്കായുള്ള ട്രോഫി നൽകുകയും അവരെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് യൂണിറ്റിന്റെ ഓഫീസിൽ നടത്തുകയും ചെയ്തു. പരീക്ഷാ വിജയികൾക്കുള്ള 2022 വിജയികൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കുകയുണ്ടായിരുന്നു. അനന്യ നൌഷാദിന്റെ മകള്, ഗോപിക രാജേഷിന്റെ മകള്, ഗൗതം ദാസ് ഹേമലതയുടെ മകൻ, മാനുവൽ പീറ്റർ മാക്സി പീറ്ററിന്റെ മകൻ, നേഹ ഹരിദാസിന്റെ മകള്, ശ്രീറാം ബൈജുവിന്റെ മകനാണ്, വൈഷ്ണവ് ഷൈനന്റെ മകനാണ്. പിന്നെ സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിച്ചായിരുന്നു. 2002 ഓഗസ്റ്റ് 15 രാവിലെ 8:00 യൂണിറ്റ് പ്രസിഡന്റ് ദേശീയ പതാക ഉയർത്തി അംഗങ്ങളോട് സംസാരിച്ച് മധുരവിതരണം നടത്തി കുട്ടികൾക്ക് സ്വാതന്ത്ര്യ സേനാനി എന്ന വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്ത് ഒരു ഫാൻസി ഡ്രസ് മത്സരം നടത്തുകയുണ്ടായി. കൂടാതെ ഗാന്ധിജിയെക്കുറിച്ച് 2 പേജിൽ കവിയാതെ ഒരു ഉപന്യാസ മത്സരം നടത്തുകയുണ്ടായി. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വീട്ടിലിരുന്ന പൂക്കളത്തിന്റെ ഒപ്പം കുടുംബവുമായി ഒരു സെൽഫി കോൺടെസ്റ്റ് നടത്തുകയും അതിൽ ഏറ്റവും നല്ല 3 എൻട്രിക്ക് സമ്മാനം കൊടുക്കുകയും ചെയ്തു. അതില് ഫാൻസി ഡ്രസ്സില് വിന്നേഴ്സ് യാദവ് സുനിൽകുമാറിന്റെ മകൻ, അദീന ഫാത്തിമ നൌഫാലിന്റെ, ആഞ്ചലോസ് ആന്റണിയുടെ, മാധവ് സാബു അരവിന്ദിന്റെ മകൻ. അങ്ങനെ SA കോമ്പറ്റീഷൻ വിജയിച്ചവർ മുഹമ്മദ് അദിൽ നൌഫാലിന്റെ മകൻ, സിൻജറോഷ് ആന്റണി ജോസഫിന്റെ മകൻ, അനുശ്രീ K നായർ അനീഷിന്റെ മകളാണ്. പിന്നെ സെൽഫി വിത്ത് ഫ്ലവർ കാർപ്പിൽ നമ്മുടെ അംഗങ്ങളായിരുന്നു ജോഷി തോമസ്, സുകുമാരൻ TS, ഷാജി CB എന്നിവർക്കാണ് കിട്ടിയത്. ജില്ലാ ഭാര്യകൾക്ക് സ്വീകരണം നൽകി. 2022 സെപ്റ്റംബർ 30 ജില്ലാ ഭാര്യകൾക്ക് നമ്മൾ സ്വീകരണം കൊടുക്കുകയുണ്ടായി. അതിൽ പങ്കെടുത്തവർക്ക് കസവുമുണ്ടും ഷാളും നൽകുകയുണ്ടായി. അന്നേ ദിവസം സ്വാതന്ത്ര്യ ദിനത്തിൽ നടത്തിയ മത്സരത്തിനും പൂക്കള മത്സരത്തിനും പങ്കെടുത്തവർക്കുള്ള സമ്മാനദാനം നിർവഹിച്ചത് ജില്ലാ ഭാരവാഹികളാണ്. ഉപജില്ലാ കലോത്സവം നമ്മൾ നടത്തിയായിരുന്നു. പൊരുതി CKC LP സ്കൂൾ വെച്ചായിരുന്നു. അതിന് നമ്മൾ സംഭാവന നൽകിയവരുടെ പേരുവിവരങ്ങളുണ്ട്. വായിക്കണ്ടല്ലോ, അതിലുണ്ടല്ലോ. വ്യാപാരഭവൻ നവീകരണം, വ്യാപാരഭവൻ കെട്ടിടം പെയിന്റിംഗ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്തു. പുതിയ കർട്ടൻ ഇട്ട് മനോഹരമാക്കി. യൂത്ത് വിംഗ് ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം നമ്മുടെ യൂണിറ്റിലും യൂത്ത് വിംഗ് രൂപീകരിക്കുകയുണ്ടായി. യൂത്ത് വിംഗിന്റെ സാരഥികൾ പ്രസിഡന്റ് ശ്രീ വിവേക്, സെക്രട്ടറി ശ്രീ അനൂപ്, ട്രഷറർ ശ്രീ നൌഷാദ്, വൈസ് പ്രസിഡന്റ് ശ്രീ ഷൈസൻ, ജോയിന്റ് സെക്രട്ടറി ശ്രീ നൌഫൽ. തെരഞ്ഞെടുക്കപ്പെട്ടവരെ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ സുധീർ മേനോൻ അനുമോദിച്ചു. ജില്ലാ കൌൺസിലിന്റെ കുടുംബമേള, മൂവാറ്റുപുഴയിൽ നടന്ന ജില്ലാ കൌൺസിലിന്റെ കുടുംബമേളയിൽ കൌൺസിൽ അംഗങ്ങളായ നമ്മുടെ യൂണിറ്റിലെ ശ്രീ സുധീർ മേനോൻ, ശ്രീ അരുൺകുമാർ, ശ്രീ ജോളി, ശ്രീ ഷാജി CB എന്നീ 4 പേർ കുടുംബസമേതം പങ്കെടുത്തിരുന്നു. കെട്ടിട വാടക 10,000 രൂപയ്ക്കാണ് താഴത്തെ മുറി ഇതുവരെ വാടകയ്ക്ക് കൊടുത്തിരുന്നത്. റൂഫ് ടോപ്പ് കൂടി അവർ ആവശ്യപ്പെട്ടത് പ്രകാരം അവർക്ക് തന്നെ കൊടുത്തുകൊണ്ട് 13,000 രൂപയാക്കി മാസവാടക വർദ്ധിപ്പിച്ചു. സമ്മിശ്ര കൃഷി അവാർഡ്, നമ്മുടെ കോർപ്പറേഷൻ പരിധിയിൽ ഏറ്റവും നല്ല കർഷകനുള്ള സമ്മിശ്ര കൃഷി അവാർഡ് ലഭിച്ച നമ്മുടെ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ കമ്മിറ്റി മെമ്പറുമായ ശ്രീ ഷാജി TVയെ കമ്മിറ്റിയിൽ ഷാൾ അണിയിച്ച് ആദരിക്കുകയുണ്ടായി. PSN അക്കൗണ്ട്, PSN വേണ്ടി മാത്രമായിട്ട് കാനറ ബാങ്കിൽ ഒരു അക്കൗണ്ട് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവരുടെ പേരിൽ സംയുക്തമായി തുടങ്ങിയിട്ടുണ്ട്. ഹെൽത്ത് കാർഡ് നമ്മൾ ക്യാമ്പ് വെച്ചിരുന്നു. 10-ാം തീയതി ജില്ലയുമായി സഹകരിച്ച് 10/3/24 ജില്ലയുമായി സഹകരിച്ചുകൊണ്ട് ഹെൽത്ത് കാർഡ് ക്യാമ്പ് നടത്തുകയുണ്ടായി. അതിൽ നമ്മുടെ 80ഓളം പേർ മെമ്പർമാർ പങ്കെടുത്തു. ചികിത്സാ സഹായം, ഗജാന്തിക്ക് ശ്രീ ജോളിക്ക് ചികിത്സാ ചെലവിലേക്ക് യൂണിറ്റ് അംഗങ്ങൾ എല്ലാവരും കൂടി കൈകോർക്കുകയും 77,451 രൂപ സമാഹരിച്ച് നൽകാനും സാധിച്ചു. അവരുടെ പേരുവിവരങ്ങളും കൊടുത്തിരിക്കുന്ന എമൗണ്ടും നമ്മൾ പ്രിന്റ് ഔട്ടിലുണ്ട്. ഔട്ടിംഗ് കമ്മിറ്റി മീറ്റിംഗ് 2023 മാർച്ച് 11 വാഗമണിൽ വെച്ചൊരു കമ്മിറ്റി മീറ്റിംഗ് നടത്തി. വളരെ രസകരമായിരുന്നു. അത് ഞാൻ വായിക്കാം. കമ്മിറ്റിയുടെ സുഖകരമായ പ്രവർത്തനത്തിനായി ഒരു ഔട്ടിംഗ് വയ്ക്കുകയും അവിടെ വെച്ച് ഒരു കമ്മിറ്റി മീറ്റിംഗ് നടത്തുവാൻ തീരുമാനിക്കുകയും അങ്ങനെ വാഗമണിലോട്ട് 18 കമ്മിറ്റിക്കാരടക്കം ഒരുമിച്ച് പോവുകയും ഒരു ദിവസം അവിടെ താമസിക്കുകയും പോയ ദിവസം കമ്മിറ്റി മീറ്റിംഗ് നടത്തി പിറ്റേ ദിവസം കാഴ്ചകൾ കണ്ട് മടങ്ങുകയും ചെയ്തു. കമ്മിറ്റി മെമ്പർമാർ സ്വമേധയാ ചെലവുകൾ വഹിച്ച ഈ യാത്ര കമ്മിറ്റിയുടെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുന്നതിന് വളരെയധികം സഹായിച്ചു. അല്ല, പരീക്ഷാ വിജയികൾ 2023 താഴെ പറയുന്നവരാണ് പരീക്ഷയിൽ വിജയിച്ചവർക്ക് നമ്മൾ അവാർഡ് കൊടുത്തത്. ജെനീറ്റ സുനിൽ, അൽവിൻ ചോബി, തേജസ് മേനോൻ, അക്ഷയ് C ക്രിസ്റ്റഫർ, മഹേന്ദ്ര രാജ്. അതാണ് 2023 സുനിലിന്റെ മകള്, ജോഷി തോമസിന്റെ മകൻ, സുധീർ മേനോന്റെ മകൻ, ബിജു സേവിയറിന്റെ മകൻ, രാജേഷ് വിജയന്റെ മകൻ. അങ്ങനെ 5 പേർക്കാണ് നമ്മൾ അവാർഡ് കൊടുത്തത്. ഇത്തവണത്തെ പരീക്ഷാ വിജയികൾക്ക് ഇവിടെ അവാർഡ് ഇപ്പോൾ റെഡിയാണ്.
അപ്പോൾ സിൻഡറോഷ് ആന്റണി, സൺ ഓഫ് ആന്റണി. ഗോപിക രാജേഷ്, ഡോട്ടർ ഓഫ് രാജേഷ്. മാനവ് സൂരജ്, സൂരജിന്റെ മകനാണ്. വൈഷ്ണവ് പി എസ്, ഷൈനന്റെ മകൻ. ശ്രേയ അഭിലാഷ്, അഭിലാഷിന്റെ മകളാണ്. നിയ ഹരിദാസ്, ഒ ജി ഹരിദാസിന്റെ മകളാണ്. ശ്രീനിധി സി എം, ഡോക്ടർ സെൽവി മുരുകൻ. ശ്രീരാം ബൈജു, സൺ ഓഫ് ബൈജു പി എസ്. ആൻ റേച്ചൽ ജോസഫ്, നമ്മുടെ കമ്മിറ്റി മെമ്പർ അനിൽ ജോസഫിന്റെ മകൾ. ഹരികീർത്തൻ സി ആർ, നമ്മുടെ പ്രിയങ്കരനായ റെജിമോന്റെ മകനാണ്. നമ്മൾക്കിപ്പോൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു, അതിന് അവാർഡ് മേടിക്കാനുള്ളതാണ്. അംഗത്വം നഷ്ടപ്പെട്ടവരും പുതിയതായി അംഗത്വം എടുത്തവരും. ജൂൺ 2022 മുതൽ മെയ് 2024 വരെ നമ്മുടെ അംഗത്വം നഷ്ടപ്പെട്ടവരുടെ, അതായത് കുറച്ചുപേര് മരണപ്പെട്ടു പോയവരുടെ അംഗത്വം മാറ്റി മക്കൾക്ക് കൊടുത്തതുണ്ട് കേട്ടോ. അയ്യപ്പൻ ടി സി, ബിൻസി റോയ്, ചന്ദ്രൻ കെ വി, ഡേവിഡ് പൗലോസ്, ഗംഗാധരൻ എം കെ, കൃപാകരൻ, കുര്യാക്കോസ്, മൃദുല, സാബു കെ ജി, സജി കാട്ടിത്തറ, സജിനി, സൂരജ് വി വി, ഗോപേഷ്. അപ്പോൾ 13 പേര് പോയപ്പോൾ ഇപ്പുറത്ത് 16 പേര് പുതിയതായി നമുക്ക് വന്നിട്ടുണ്ട്. അർച്ചന, ധന്യ, ജോഷി കുര്യാക്കോസ്, നജീബ്, രാജേഷ് ജി ടി, രത്തൻ ഖണ്ഡ, സൈറ നജീബ്, ഷിജി കൃപാകരൻ, സന്തോഷ്, സായൂജ്, ഷാജഹാൻ ടി എം, ഷിസ ഹാരിഫ്, സുനിൽ പത്ര, തൊയ്യീബ്, വിനീത സൂരജ്, വിഷ്ണു വിജയ്. നമുക്കൊരു അറിയിപ്പായിട്ടാണ്, പുതിയതായി സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് യഥാക്രമം അഡ്മിഷൻ ഫീസ് 100 രൂപയും പ്രവർത്തന ഫണ്ട് 500 രൂപയും 6 മാസത്തെ പരിസംഖ്യ 180 രൂപയും മരണ ഫണ്ട് ഒരംഗവും ഒരു ആശ്രിതരുമായിട്ട് 250 രൂപയും എന്നിങ്ങനെ 1030 രൂപയാണ് വരിക. അംഗത്വം ആഗ്രഹിക്കുന്നവർ ഏരിയ കമ്മിറ്റി എക്സിക്യൂട്ടീവിനെ മെമ്പറുമായി ബന്ധപ്പെടുക. ഈ 2 വർഷത്തെ റിപ്പോർട്ടാണ് ഇപ്പോൾ വായിച്ചത്. റിപ്പോർട്ടാണ് സെക്രട്ടറി വായിച്ചത്. ഇതിലെന്തെങ്കിലും ഭേദഗതികൾ വല്ലതുണ്ടെങ്കിൽ പറയാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കൈയടിച്ച് പാസ്സാക്കാം. ഓക്കെ, റിപ്പോർട്ട് പാസ്സാക്കിയതൊക്കെ പ്രഖ്യാപിക്കുന്നു. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ട്രഷറർ അല്പം ആരോഗ്യ പ്രശ്നം കൊണ്ട് നമ്മുടെ കമ്മിറ്റിയിൽ ഇപ്പോൾ താൽക്കാലികമായിട്ടില്ല. പക്ഷെ അദ്ദേഹം പോകുന്നതിന് മുമ്പ് വളരെ സ്തുത്യർഹമായ സേവനമാണ് കാഴ്ചവെച്ചിരുന്നത്. എല്ലാ കണക്കുകളും വളരെ വൃത്തിയായി എഴുതി വെച്ചിരുന്നു. അത് ഞങ്ങൾ എടുത്തപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് പോവുക മാത്രമാണ് ചെയ്തത്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിന് നല്ലൊരു കൈയ്യടി കൊടുക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കണക്കുകൾ വായിക്കുന്നുണ്ട്. അതിലെല്ലാം ഷെഡ്യൂളും നമ്മുടെ ബാലൻസ് ഷീറ്റും എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വായിക്കുന്നത് 2023 വരവ് ചെലവ് കണക്കുകൾ മാത്രമായിരിക്കും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള നിങ്ങൾക്ക് നോക്കാം, സമയങ്ങൾ എന്നു വെച്ചിട്ടാണ്. അത് കഴിഞ്ഞാൽ 2023-24 കണക്കുകളും വരവ് ചെലവുകൾ കണക്കുകൾ വായിക്കും. ആദ്യത്തെ 23 വായിച്ചു കഴിഞ്ഞാൽ അതിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. എന്ത് സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കാനായി വീണ്ടും സെക്രട്ടറി തന്നെ ക്ഷണിക്കൂ. 2023 മാർച്ചിൽ അവസാനിക്കുന്ന കണക്കുകൾ. നമ്മുടെ മാർച്ച് 2023 ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് 27,371 രൂപയാണ്. നിങ്ങളുടെ എല്ലാവർക്കും നോക്കിയാൽ അറിയാം, ബുക്കിലുണ്ട്. ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് തമ്മനം കോപ്പറേറ്റീവ് ബാങ്കിൽ 27,288 രൂപ നിക്ഷേപമുണ്ട്. പീപ്പിൾസ് അർബൻ ബാങ്കിൽ 2,963 രൂപയുണ്ട്. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് സൊസൈറ്റി 34,240 രൂപ. SBI പാലാരിവട്ടം 155 രൂപ 40 പൈസ. SBI വൈറ്റ്ലയിൽ 27,777 രൂപ. നമുക്ക് ഇൻകം റീഫണ്ട് കിട്ടിയത്, ഇൻകം ടാക്സ് നമ്മുടെ ബിൽഡിംഗ് എടുത്തതിന്റെ റീഫണ്ട് കിട്ടിയതാണ് 1,06,330 രൂപ. കമ്മീഷൻ EDSC സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് സൊസൈറ്റി ബാങ്കിൽ നിന്നും ഒരു വ്യക്തി ലോൺ എടുക്കുമ്പോൾ 1 ലക്ഷം ലോൺ എടുക്കുമ്പോൾ നമുക്ക് 2,000 രൂപ കിട്ടുന്നുണ്ട്. അതാണ് ഒരു വ്യക്തി ലോൺ എടുത്തതാണ് 2,000. അലയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടായിരുന്നു, PSN നമുക്ക് കിട്ടാനുള്ള ക്യാഷിൽ 10,000 രൂപ അവർ തന്നിട്ടുണ്ട് ഈ കാലയളവിൽ കേട്ടോ. അതിന്റെ 10,000 രൂപയാണ്. ഇനി ഇൻട്രസ്റ്റ് 6,611 രൂപ. സബ്സ്ക്രിപ്ഷൻ നമുക്ക് പുതിയ ചേർന്നത് 1,85,440 റെന്റ് ബിൽഡിങ്ങിന് കിട്ടിയിരിക്കുന്നത് 1,08,000 രൂപയാണ് നമുക്ക് മൊത്തം റെന്റ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ സബ്സ്ക്രിപ്ഷൻ PSN ബാലൻസ് ഒരു 4 ഇതുണ്ട്. ബാബു 51,300, സജി 12,000, റെജിമോൻ 2,40,841, ഷീല ഷാജി 10,500, അങ്ങനെ 3,27,643 രൂപ. പിന്നെ ടോട്ടൽ ഫിഗർ വരുന്നത് 8,62,798 അതിലെ എക്സ്പെൻസ് വരുന്നത് AGB എക്സ്പെൻസ്, അതായത് നമ്മുടെ മീറ്റിംഗിന്റെ എക്സ്പെൻസ് വരുന്നത് മൊത്തം 38,210 രൂപയാണ്. ലീഗൽ ആൻഡ് പ്രൊഫഷണൽ ചാർജസ് 11,500. ഇൻട്രസ്റ്റ് ആൻഡ് ബാങ്ക് ചാർജസ് 200. കമ്മിറ്റി മീറ്റിംഗ് നടന്നത് 4,166 രൂപ. 7 മീറ്റിംഗിന്റെ മൊത്തം എക്സ്പെൻസ് ആണ് കേട്ടോ.
ഡെത്ത് ഫണ്ട് നമ്മൾ ഒരു മെമ്പർ മരിച്ചപ്പോൾ കൊടുത്തത് 30,000 രൂപ. ഡെത്ത് ഫണ്ട് ഡിപ്പെൻഡന്റ് ഒരു ആശ്രിത മരിച്ചപ്പോൾ 5,000 രൂപ ആ കാലയളവിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ട്രിക്ട് പ്രസിഡന്റ് റിസപ്ഷൻ നമ്മളിവിടെ ഒരു മീറ്റിംഗ് നടത്തിയായിരുന്നു. അതിന്റെ ചെലവ് 1,570. അതിൽ ഡിസ്ട്രിക്ട് കസവ് മുണ്ടൊക്കെ കൊടുക്കേണ്ടത് അതിന് ഉള്ള ചെലവ് 4,156. നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് 3,027. PSN കുഞ്ഞുമോൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു കുഞ്ഞുമോൻ ചേട്ടന് സെറ്റിൽ ചെയ്ത് 1,82,300 രൂപയാണ്. ഗിഫ്റ്റ് ഫോർ AGB, അതായത് ആ ഒരു മീറ്റിംഗിന് ഗിഫ്റ്റ് കൊടുത്തത് 1,00,000, അന്നത്തെ മീറ്റിംഗിന് കൊടുത്തത് 1,32,000 രൂപയുടെ ഗിഫ്റ്റായിരുന്നു. ഓണം കോമ്പറ്റീഷൻ ഗിഫ്റ്റ് കൊടുത്തത് മഗ്ഗുകളാണ്, 10 പേർക്ക് 2,000 രൂപ. ഇൻഡിപെൻഡൻസ് ഡേ എക്സ്പെൻസ് 1,140. ബിൽഡിംഗ് മെയിൻ്റനൻസ് 17,650. പബ്ലിക് മീറ്റിംഗ് എക്സ്പെൻസ് 5,506. സെൽഫി വിത്ത് ഫ്ലവർ കാർപ്പറ്റ് എന്ന ഒരു കോമ്പറ്റീഷൻ 1,350 ഗിഫ്റ്റാണ് കൊടുത്തത്. മെമ്പർഷിപ്പ് ഫീ EDSC സൊസൈറ്റി 1,530. EDSC എന്ന് പറയുന്നത് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റിൽ 3 മെമ്പർഷിപ്പ് എടുത്താണ്. 3 മെമ്പർഷിപ്പ് എടുത്താലേ അത് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ മെമ്പർഷിപ്പ് എടുത്താലേ അവിടുന്ന് നമ്മൾക്ക് ബാങ്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുള്ളായിരുന്നു. അങ്ങനെ എടുത്താണ്. മൊമെന്റോ ഫ്രം സ്റ്റുഡൻസിന് കൊടുത്ത 2,700 രൂപ മൊമെന്റോസ് ആണ്. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 20,153 രൂപ. സോഷ്യൽ കോസ്റ്റ് മിറർ, അതൊരു നമ്മളുടെ ഓഫീസിന്റെ അടുത്തുള്ള റോഡ് ഡൈവേർട്ട് ആവുന്ന ഭാഗത്തൊരു മിറർ വേണമെന്ന് പറഞ്ഞിട്ട് ആ മിറർ കൊടുത്ത 2,500 രൂപ. ബിൽഡിങ്ങിന് ടാക്സ് 281. PSN പുതിയ തുടങ്ങിയപ്പോൾ 1,065 രൂപ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ആദ്യം PSN നമ്മൾ തുടങ്ങുമ്പോൾ ബാങ്ക് നമ്മുടെ സൊസൈറ്റി ബാങ്ക് ആയിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കാനറ ബാങ്കിലേക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തതും എല്ലാം അതിലേക്ക് PSN മാത്രമായിട്ട് അതിലേക്ക് പോയപ്പോൾ ഈ 1,065 രൂപ അവിടെ വന്നത്. റെന്റ് റിസീവ്ഡ് 12,000 രൂപ. ഇത് തരാനുള്ളതാണ് അവർ, അടുത്തതിൽ വരുന്നത്. അങ്ങനെ മൊത്തം തമ്മനം കോപ്പറേറ്റീവ് ബാങ്കിൽ ഉള്ള ക്യാഷ് 1,14,759. പീപ്പിൾസ് ബാങ്കിൽ 1,17,265. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് സൊസൈറ്റിയിൽ 3,477. SBI പാലാട്ട് 155. SBI വൈറ്റ് ലൈൻ 1,36,356. ക്യാഷ് ഇൻ ഹാൻഡ് 10,781.70. അപ്പോൾ രണ്ടും വരവും ചെലവും കറക്റ്റാണ്. 10,781.70 പൈസയാണ് ക്യാഷ് ഇൻ ഹാൻഡ്. അതാണ് ആ ഒരു വർഷത്തെ കണക്ക്. അടുത്തത് വായിക്കണോ അതോ ഈ ഭാഗത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ തരാവുന്നതാണ്. വരവിലോ ചെലവിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ അടുത്തതിലേക്ക് പോവാം. അടുത്ത അതുകൂടി വായിക്കാം. അപ്പോഴത്തേക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ അതുകൂടി നോക്കിയതിന് ശേഷം ക്ലിയർ ചെയ്യാം. അടുത്ത വർഷത്തെ മാർച്ച് 2024 അവസാനിക്കുന്ന സാമ്പത്തിക വർഷം. പേജ് നമ്പർ 18 ആണ്. പേജ് നമ്പർ 18. ട്രഷർ ഇല്ലാത്തതിന്റെ കുഴപ്പമുണ്ടോ? ട്രഷർ ആണെങ്കിൽ ഇത് സിമ്പിളായിട്ട് വായിച്ചേനെ. എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കുറച്ച് ദിവസമായിട്ടുള്ള ഈ കണക്കും കാര്യങ്ങളിലേക്കും കടന്നിട്ട്, അതുകൊണ്ടാണ്, ക്ഷമിക്കണം. അപ്പോൾ 24 മാർച്ചിലെ കണക്ക് ഓപ്പണിംഗ് ബാലൻസ് 10,780. അപ്പുറത്ത് നമ്മൾ കണ്ടു 10,780 ക്യാഷ് ഇൻ ഹാൻഡ് ആയിരുന്നു. അത് ഇവിടെ വന്നു 10,781. ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് തമ്മനം കോപ്പറേറ്റീവ് ബാങ്കിലെ 1,14,759. പീപ്പിൾസ് ബാങ്കിലെ 1,17,265. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് സൊസൈറ്റിയിൽ 3,477 രൂപ. SBI പാലാട്ട് 155.40. SBI വൈറ്റിലെ 1,36,356.30 പൈസ. കമ്മീഷൻ റിസീവ്ഡ് 6 പേരുടെ നമ്മൾക്ക് ഈ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് കിട്ടിയിട്ടുണ്ട് 12,000 രൂപ, 2,000 വെച്ചിട്ട്. ഇൻട്രസ്റ്റ് 7,046. റെന്റ് റിസീവ്ഡ് പ്രീവിയസ് ഇയറിൽ ആ 12,000 നേരത്തെ റെന്റ് കിട്ടാണ്ടായിരുന്നു, അത് ഇപ്പൊ കിട്ടിയത്. റെന്റ് ഓഫ് ബിൽഡിംഗ് 1,56,000 മൊത്തം കിട്ടിയിരിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ 19,900 രൂപ. അങ്ങനെ 5,89,740 രൂപ 40 പൈസ. അതാണ് നമുക്ക് വരുമാനം വന്നിരിക്കുന്നത്. ചെലവ് അതുപോലെ തന്നെ ട്രിവാൻഡ്രം റാലിക്ക് വന്നിരിക്കുന്നത് 23,075 രൂപ. കമ്മിറ്റി മീറ്റിംഗുകൾ മൊത്തത്തിൽ 6 മീറ്റിംഗുകൾ നടത്തി 2,349 രൂപ. ഡെത്ത് ഫണ്ട് മെമ്പർ 1 കൊടുത്തത് 30,000 രൂപ. ഡെത്ത് ഫണ്ട് ഡിപ്പെൻഡന്റ് 5 പേർക്ക് കൊടുത്തത് 20,000 രൂപ. ഡിസ്ട്രിക്ട് ആനുവൽ ഫീ 6,000 രൂപ. ഡിസ്ട്രിക്ട് കൌൺസിൽ
മീറ്റിങ്ങുകൾ കൂടിയത് 4000 രൂപ, ഡിസ്ട്രിക്ട് കമ്മിറ്റി മീറ്റിംഗ് 1768, ഇലക്ട്രിസിറ്റി ബില്ല് 3820, ബിൽഡിംഗ് മെയിൻ്റനൻസ് 6200, മൊമെന്റോ ഫോർ സ്റ്റുഡൻസ് 1290, ഇൻഡിപെൻഡൻസ് ഡേ എക്സ്പെൻസ് 350, മെർച്ചൻസ് ഡേയിൽ 791, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 2416, മെറ്റൽ ഫ്രെയിം ഫ്ലെക്സ് ബോർഡ് നമ്മളൊരു 6 സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, 4 ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരെണ്ണോടെ ഉണ്ടായിരുന്നു. അങ്ങനെ 2400 അതിന് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. നമുക്ക് റെന്റ് കിട്ടിയിരിക്കുന്നത് ഒരു റെന്റ് ചെലവായത് 13000 രൂപ, അത് ക്രെഡിറ്റിൽ വെക്കുന്നതാണ്, റെന്റ് തരാനുള്ളതാണ് അവർ. അങ്ങനെ മൊത്തം തമ്മനം കോപ്പറേറ്റീവ് ബാങ്കിൽ 41,740, പീപ്പിൾസ് ബാങ്കിൽ 2,72,265, ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റിൽ 15,616, SBI പാലാട്ടത്തിൽ 155 രൂപ 40 പൈസ, SBI വൈറ്റില് 1,40,082 ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് 2,422 അങ്ങനെ മൊത്തം 589,740 5,89,740 രൂപ 40 പൈസ. അതാണ് ബാലൻസും വരുന്നത്. അതായത് 2,422 ക്യാഷ് ഇൻ ഹാൻഡ്. ഓക്കെ, ഈ കണക്കുകളിൽ 2 വർഷത്തെ കണക്കുകളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫ്ലോർ ഈസ് ഓപ്പൺ. ആർക്ക് വേണമെങ്കിലും എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാം. കണക്കിനെ കുറിച്ച് റിപ്പോർട്ടും രണ്ടും, റിപ്പോർട്ടിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ ചോദിക്കാം, കണക്കും ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കൈയടിച്ച് ഇത് പാസ്സാക്കാം. അപ്പോൾ 2 വർഷത്തെ കണക്കുകൾ പാസ്സാക്കിയതായിട്ട് പ്രഖ്യാപിക്കുകയാണ്.